ഇന്റർനെറ്റ് ലോകത്തെ ആദ്യത്തെ രാജാവിനെ വീഴ്ത്തിയതാര്? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു കമ്പനിയെക്കുറിച്ചാണ്. വെറും ഒരു കമ്പനിയല്ല അത്. നമ്മളിൽ പലരുടെയും ഇന്റർനെറ്റ് ജീവിതം തുടങ്ങിയത് ആ പേരിൽ നിന്നാണ്. 90കളിൽ ജനിച്ചവർക്കും അതിനു മുൻപുള്ളവർക്കും ആ പേര് വെറും ഒരു വെബ്സൈറ്റ് അല്ല, അതൊരു വികാരമാണ്. ഇന്ന് നമ്മൾ ഗൂഗിൾ എന്ന് പറയുന്നത് പോലെ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന പേര്, അതാണ് യാഹൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യാഹുവിന്റെ പൂർണ്ണമായ കഥയാണ്. പ്രത്യേകിച്ചും യാഹു ഇന്ത്യയുടെ കഥ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ടെക് ജയന്റ് ഇന്ത്യയിൽ പരാജയപ്പെട്ടത്? എങ്ങനെയാണ് അവർക്ക് അവരുടെ സ്ഥാനം നഷ്ടമായത്? ഗൂഗിളും ഫേസ്ബുക്കും വരുന്നതിന് മുൻപ് ഇന്റർനെറ്റ് ഭരിച്ചിരുന്ന യാഹുവിന് എവിടെയാണ് പിടിച്ചത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമുക്ക് കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോകാം. 90കളുടെ അവസാനത്തിലേക്കും 2000ത്തിന്റെ തുടക്കത്തിലേക്കും. അന്ന് നമ്മുടെ വീടുകളിൽ വൈഫൈ ഉണ്ടായിരുന്നില്ല, സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നില്ല. ഇന്റർനെറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇന്റർനെറ്റ് കഫേകളിൽ പോകണമായിരുന്നു. അവിടെ പോയി കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം കേൾക്കാം, ഡയലപ്പ് കണക്ഷന്റെ ശബ്ദം. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുന്ന അഡ്രസ് www.yahoo.com എന്നായിരിക്കും. അന്ന് ഗൂഗിൾ ഇത്ര പ്രശസ്തമല്ല, ഫേസ്ബുക്ക് ജനിച്ചിട്ടില്ല, ഇൻസ്റ്റാഗ്രാം സ്വപ്നത്തിൽ പോലുമില്ല. അന്ന് ഇന്റർനെറ്റ് എന്നാൽ യാഹു ആയിരുന്നു. നമ്മൾ ആദ്യമായി ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടാക്കിയത് യാഹുവിലാണ്. നമ്മുടെ പേരിനൊപ്പം എന്തെങ്കിലും നമ്പറുകൾ ചേർത്ത് യാഹു മെയിൽ ഐ ഡി ഉണ്ടാക്കുന്നത് വലിയ അഭിമാനമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു യാഹു മെസ്സഞ്ചർ. ഇന്നത്തെ വാട്സാപ്പിനും ഫേസ്ബുക്ക് മെസ്സഞ്ചറിനും മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് യാഹു മെസ്സഞ്ചർ ആണ്. അതിൽ വരുന്ന ബസ് എന്ന ഓപ്ഷൻ ആർക്കും മറക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്യാനും ഇമോജികൾ അയക്കാനും നമ്മൾ മണിക്കൂറുകൾ ചെലവഴിച്ചു. ഇന്റർനെറ്റ് കഫേകളിൽ മണിക്കൂറിന് 10ഉം 20ഉം രൂപ കൊടുത്ത് നമ്മൾ ഇരുന്നത് യാഹുവിലൂടെ ലോകം കാണാനായിരുന്നു. യാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു സെർച്ച് എഞ്ചിൻ മാത്രമായിരുന്നില്ല എന്നതാണ്. അതൊരു വെബ് പോർട്ടലായിരുന്നു. എന്താണ് വെബ് പോർട്ടൽ? ഇന്റർനെറ്റിലെ എല്ലാ കാര്യങ്ങളും ഒരിടത്ത് ലഭിക്കുന്ന സ്ഥലം. നിങ്ങൾ യാഹുവിന്റെ ഹോം പേജിൽ പോയാൽ അവിടെ വാർത്തകൾ കാണാം, സ്പോർട്സ് ന്യൂസ് കാണാം, ഓഹരി വിപണിയിലെ വിവരങ്ങൾ കാണാം, കാലാവസ്ഥ അറിയാം, ഫിലിം റിവ്യൂസ് വായിക്കാം. ഇതിനെല്ലാം പുറമെയാണ് സെർച്ച് ചെയ്യാനുള്ള സൗകര്യം. ഇന്ത്യയിൽ യാഹുവിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം യാഹു ക്രിക്കറ്റ് ആയിരുന്നു. നമ്മൾ സ്കൂളിലോ ഓഫീസിലോ ഇരിക്കുമ്പോൾ ക്രിക്കറ്റ് സ്കോർ അറിയാൻ ആശ്രയിച്ചിരുന്നത് യാഹു ക്രിക്കറ്റിനെയാണ്. ഓരോ പന്തിന്റെയും വിവരങ്ങൾ അവിടെ കൃത്യമായി വരുന്നു. TV കാണാൻ പറ്റാത്തവർക്ക് യാഹു ക്രിക്കറ്റ് വലിയൊരു അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ യാഹു ഫിനാൻസ്. ഓഹരി വിപണിയെക്കുറിച്ച് അറിയാൻ ഇതിലും നല്ലൊരു വെബ്സൈറ്റ് വേറെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഭാഷകളിൽ വാർത്തകൾ നൽകാനും യാഹു ശ്രമിച്ചിരുന്നു. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ യാഹുവിന് വാർത്താ പോർട്ടലുകൾ ഉണ്ടായിരുന്നു. സിനിമാ വിശേഷങ്ങളും അഭിമുഖങ്ങളും അവിടെ വന്നിരുന്നു. ചുരുക്കത്തിൽ ഒരു ഇന്ത്യക്കാരന് ഇന്റർനെറ്റിൽ വേണ്ടതെല്ലാം യാഹു നൽകിയിരുന്നു. അവർ ഇന്റർനെറ്റിലെ രാജാവായിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. യാഹുവിന്റെ കോട്ടയിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. അതിന് പ്രധാന കാരണം ഗൂഗിളിന്റെ വരവായിരുന്നു. യാഹുവും ഗൂഗിളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ടായിരുന്നു. യാഹുവിന്റെ പേജ് നിറയെ വാർത്തകളും ലിങ്കുകളും പരസ്യങ്ങളുമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ കണ്ണിനൊരു ബുദ്ധിമുട്ട് തോന്നും. എന്നാൽ ഗൂഗിൾ നേരെ തിരിച്ചായിരുന്നു. വെള്ള നിറമുള്ള ഒരു പേജ്, നടുക്ക് ഗൂഗിൾ എന്ന പേരും ഒരു സെർച്ച് ബോക്സും മാത്രം. വളരെ ലളിതം. ആളുകൾക്ക് വേണ്ടത് വിവരങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നതായിരുന്നു. ഗൂഗിൾ അത് ഭംഗിയായി ചെയ്തു. യാഹുവിൽ സെർച്ച് ചെയ്താൽ പലപ്പോഴും കൃത്യമായ ഉത്തരം കിട്ടില്ല. എന്നാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൃത്യമായ ഉത്തരം കിട്ടും. അങ്ങനെ ആളുകൾ പതിയെ ഗൂഗിളിലേക്ക് മാറി തുടങ്ങി. അടുത്ത തിരിച്ചടി ജിമെയിൽ ആയിരുന്നു. യാഹു മെയിലിൽ അന്ന് വളരെ കുറച്ച് സ്റ്റോറേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻബോക്സ് പെട്ടെന്ന് നിറഞ്ഞു പോകും. പഴയ മെയിലുകൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ഗൂഗിൾ ജിമെയിൽ അവതരിപ്പിച്ചപ്പോൾ അവർ 1 GB സ്റ്റോറേജ് സൗജന്യമായി നൽകി. അന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയ കാര്യമായിരുന്നു. അതോടെ മെയിൽ ഉപയോഗിക്കുന്നവരും ഗൂഗിളിലേക്ക് മാറി. പിന്നീട് വന്നത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഓർക്കുട്ടും പിന്നീട് ഫേസ്ബുക്കും വന്നതോടെ യാഹു മെസ്സഞ്ചറിന്റെ പ്രസക്തി കുറഞ്ഞു. ആളുകൾക്ക് ഫോട്ടോകൾ ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് ഇടാനും ഫേസ്ബുക്ക് മതിയായിരുന്നു. യാഹുവിന് യാഹു 360 എന്നൊരു സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നുവെങ്കിലും അത് പരാജയപ്പെട്ടു. ഓർക്കുട്ട് വന്നപ്പോഴും യാഹുവിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് യാഹു പരാജയപ്പെട്ടത്? അത് വെറും ഒരു ഭാഗ്യക്കേടല്ല, മറിച്ച് അവർ ചെയ്ത വലിയ ചില മണ്ടത്തരങ്ങളാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചില അവസരങ്ങൾ അവർ നഷ്ടപ്പെടുത്തി. ഒന്നാമത്തെ തെറ്റ് ഗൂഗിളിനെ വാങ്ങാതിരുന്നത്. 1998-ൽ ഗൂഗിളിന്റെ സ്ഥാപകരായ ലാറി പേജും സെർജി ബിന്നിനും യാഹുവിന്റെ അടുത്ത് ചെന്നു. അവർക്ക് അവരുടെ ചെറിയ കമ്പനിയായ ഗൂഗിൾ വിൽക്കണം. അവർ ചോദിച്ച വില വെറും $1 മില്യൺ ആയിരുന്നു. പക്ഷേ യാഹു അത് നിരസിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വന്തമായി സെർച്ച് എഞ്ചിൻ ഉണ്ട്, നിങ്ങളുടെ ആവശ്യമില്ല എന്ന്. പിന്നീട് 2002-ൽ യാഹുവിന് തെറ്റ് മനസ്സിലായി. അവർ ഗൂഗിളിനെ വാങ്ങാൻ ശ്രമിച്ചു. അപ്പോൾ ഗൂഗിൾ ചോദിച്ചത് $5 ബില്യൺ ആണ്. യാഹു $3 ബില്യൺ വരെ കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ഗൂഗിൾ വഴങ്ങിയില്ല. അങ്ങനെ ആ ഡീൽ നടന്നില്ല. ഇന്ന് ഗൂഗിളിന്റെ വില എത്രയാണെന്ന് നമുക്കെല്ലാം അറിയാം. അന്ന് ആ $1 മില്യൺ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇന്റർനെറ്റ് ലോകം മറ്റൊന്നായേനെ. രണ്ടാമത്തെ തെറ്റ് ഫേസ്ബുക്കിനെ വാങ്ങാതിരുന്നത്. 2006-ൽ യാഹു ഫേസ്ബുക്കിനെ വാങ്ങാൻ തീരുമാനിച്ചു.
മാർക്ക് സൂക്കർബർഗുമായി $1 ബില്യൺ കച്ചവടം ഉറപ്പിച്ചു. എന്നാൽ അവസാന നിമിഷം യാഹുവിന്റെ ഓഹരി വില കുറഞ്ഞു. അപ്പോൾ യാഹുവിന്റെ സിഇഒ പറഞ്ഞു, $1 ബില്യൺ തരില്ല, $850 മില്യൺ തരാമെന്ന്. ഇത് സക്കർബർഗിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആ ഡീൽ വേണ്ടെന്ന് വെച്ചു. വെറും $150 മില്യൺ വേണ്ടി അവർ ഫേസ്ബുക്ക് എന്ന സാമ്രാജ്യം നഷ്ടപ്പെടുത്തി. മൂന്നാമത്തെ തെറ്റ് വ്യക്തതയില്ലായ്മ. യാഹുവിന് തങ്ങൾ ആരാണെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അവർ ഒരു ടെക്നോളജി കമ്പനിയാണോ അതോ ഒരു മീഡിയ കമ്പനിയാണോ എന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു. ഗൂഗിൾ എപ്പോഴും പറഞ്ഞു അവർ ഒരു ടെക്നോളജി കമ്പനിയാണെന്ന്. അവർ പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചു, ആൻഡ്രോയിഡ് കൊണ്ടുവന്നു, യൂട്യൂബ് വാങ്ങി. എന്നാൽ യാഹു വാർത്തകളിലും വിനോദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ടെക്നോളജിയിൽ അവർ പിന്നിലായി. മൊബൈൽ ഫോണുകൾ വന്നപ്പോൾ യാഹു അത് കാര്യമാക്കിയില്ല. എല്ലാവരും സ്മാർട്ട് ഫോണിലേക്ക് മാറിയപ്പോൾ യാഹു കമ്പ്യൂട്ടറിൽ തന്നെ തുടർന്നു. ആപ്പുകൾ ഉണ്ടാക്കുന്നതിൽ വൈകി. ആൻഡ്രോയിഡ് പോലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതും അവരുടെ തകർച്ചയ്ക്ക് കാരണമായി. ഇനി നമുക്ക് ഇന്ത്യയിലെ കാര്യത്തിലേക്ക് വരാം. ആഗോളതലത്തിൽ യാഹു തകർന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയിൽ അവർക്ക് കുറച്ച് സ്വാധീനമുണ്ടായിരുന്നു. യാഹു ന്യൂസും യാഹു ക്രിക്കറ്റും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ 2021 സംഭവിച്ച ഒരു കാര്യം യാഹുവിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഇന്ത്യൻ സർക്കാർ ഡിജിറ്റൽ ന്യൂസ് മീഡിയയിൽ പുതിയ വിദേശ നിക്ഷേപ നിയമങ്ങൾ കൊണ്ടുവന്നു. പുതിയ നിയമപ്രകാരം ഇന്ത്യയിൽ ഡിജിറ്റൽ വാർത്തകൾ നൽകുന്ന കമ്പനികളിൽ വിദേശ നിക്ഷേപം 26% കൂടാൻ പാടില്ല. അതായത് കമ്പനിയുടെ 74% ഉടമസ്ഥത ഇന്ത്യക്കാർക്ക് ആയിരിക്കണം. എന്നാൽ യാഹു ഒരു അമേരിക്കൻ കമ്പനിയാണ്. വെറൈസൺ എന്ന വലിയ അമേരിക്കൻ കമ്പനിയാണ് യാഹുവിനെ വാങ്ങിയിരുന്നത്. പിന്നീട് അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ് എന്ന കമ്പനി അത് വാങ്ങി. ഇതെല്ലാം വിദേശ കമ്പനികളാണ്. അവർക്ക് ഇന്ത്യയിൽ മാത്രമായി തങ്ങളുടെ ഉടമസ്ഥത കുറയ്ക്കാൻ താല്പര്യമില്ലായിരുന്നു. ന്യൂസ് വെബ്സൈറ്റുകൾ നടത്താൻ വേണ്ടി മാത്രം ഇന്ത്യയിൽ ഒരു പങ്കാളിയെ കണ്ടെത്തുക എന്നത് അവർക്ക് ലാഭകരമായി തോന്നിയില്ല. അങ്ങനെ 2021 ഓഗസ്റ്റ് 26 യാഹു ഇന്ത്യ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അവർ ഇന്ത്യയിലെ അവരുടെ വാർത്താ സേവനങ്ങൾ അവസാനിപ്പിക്കുന്നു. യാഹു ന്യൂസ്, യാഹു ക്രിക്കറ്റ്, യാഹു ഫിനാൻസ്, യാഹു എന്റർടൈൻമെന്റ് തുടങ്ങിയ എല്ലാ വെബ്സൈറ്റുകളും ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇത് ഇന്ത്യൻ ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് വലിയൊരു ഷോക്കായിരുന്നു. പതിറ്റാണ്ടുകളായി നമ്മൾ ശീലിച്ച വെബ്സൈറ്റുകൾ പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതായി. അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു, ഇന്ത്യയിലെ പുതിയ FDI നിയമങ്ങൾ കാരണം ഞങ്ങൾക്കിവിടെ തുടർന്ന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഞങ്ങൾ ന്യൂസ് ഓപ്പറേഷൻസ് നിർത്തുന്നു. എന്നാൽ യാഹു മെയിലും സെർച്ച് എഞ്ചിനും തുടർന്നും പ്രവർത്തിക്കുമെന്ന് അവർ അറിയിച്ചു. കാരണം മെയിലും സെർച്ചും വാർത്താ മാധ്യമങ്ങളുടെ പരിധിയിൽ വരില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ വാർത്തകളും ക്രിക്കറ്റും പോയതോടെ യാഹു സന്ദർശിക്കുന്നവരുടെ എണ്ണം തീരെ കുറഞ്ഞു. യാഹുവിന്റെ പരാജയത്തിന് മറ്റൊരു കാരണം അവരുടെ നേതൃത്വത്തിന് സ്ഥിരതയില്ലാത്തതാണ്. ഗൂഗിളിനും ഫേസ്ബുക്കിനും വർഷങ്ങളോളം ഒരേ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ യാഹുവിൽ സിഇഒമാർ വരികയും പോവുകയും ചെയ്തു. ഓരോ സിഇഒ വരുമ്പോഴും അവർ പുതിയ ഓരോ പ്ലാനുകൾ കൊണ്ടുവരും, പഴയ പ്ലാനുകൾ ഉപേക്ഷിക്കും. ഇത് ജീവനക്കാർക്കും നിക്ഷേപകർക്കും വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. മാരിയ മേയർ എന്ന സിഇഒ ഗൂഗിളിൽ നിന്നാണ് യാഹുവിലേക്ക് വന്നത്. അവർ വന്നപ്പോൾ എല്ലാവരും കരുതി യാഹു രക്ഷപ്പെടുമെന്ന്. അവർ ടംബ്ലർ എന്ന ബ്ലോഗിംഗ് സൈറ്റ് വലിയ വില കൊടുത്തു വാങ്ങി. പക്ഷേ അതും വലിയ പരാജയമായി. അവർക്ക് യാഹുവിന്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് യാഹു എവിടെ നിൽക്കുന്നു? യാഹു ഇപ്പോഴുമുണ്ട്, പക്ഷേ പണ്ടുണ്ടായിരുന്ന ആ പ്രതാപമില്ല. 2017 വെറൈസൺ എന്ന ടെലികോം കമ്പനി യാഹുവിനെ വാങ്ങി. വെറും $4.48 ബില്യൺ അവർ യാഹുവിനെ വാങ്ങിയത്. 2008 മൈക്രോസോഫ്റ്റ് യാഹുവിനെ വാങ്ങാൻ $44 ബില്യൺ വാഗ്ദാനം ചെയ്തിരുന്നു എന്നോർക്കണം. അന്നത് വേണ്ടെന്നു വെച്ച യാഹു ഒടുവിൽ അതിന്റെ 10-1 വിലയ്ക്ക് വിൽക്കേണ്ടി വന്നു. പിന്നീട് 2021 വെറൈസൺ യാഹുവിനെ അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ് എന്ന കമ്പനിക്ക് വിറ്റു. ഇപ്പോഴും യാഹു മെയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ അത് പഴയ തലമുറയാണ്. പുതിയ കുട്ടികൾക്ക് യാഹു എന്താണെന്ന് പോലും അറിയില്ല. യാഹുവിന്റെ കഥ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ എത്ര വലിയ രാജാവായാലും വീണുപോകും. നോക്കിയ ഫോണുകൾക്ക് സംഭവിച്ചതും കോഡാക് ക്യാമറകൾക്ക് സംഭവിച്ചതും ഇതുതന്നെയാണ്. യാഹു കാലത്തിനൊത്ത് മാറിയില്ല. സ്മാർട്ട് ഫോൺ വിപ്ലവം വന്നപ്പോൾ അവർ കണ്ടില്ലെന്ന് നടിച്ചു. ഗൂഗിൾ മികച്ച സേവനങ്ങൾ നൽകിയപ്പോൾ അവർ വെറുതെ നോക്കി നിന്നു. യാഹു ഇന്ത്യയുടെ പരാജയം 2 കാരണങ്ങൾ കൊണ്ടാണ്. 1, ആഗോളതലത്തിൽ കമ്പനിക്കുണ്ടായ തകർച്ച. 2, ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് മാറാൻ അവർ തയ്യാറാകാതിരുന്നത്. നമ്മൾ സ്നേഹിച്ച യാഹു മെസ്സഞ്ചറും യാഹു ക്രിക്കറ്റും എല്ലാം ഇന്ന് ഓർമ്മകൾ മാത്രമാണ്. ടെക്നോളജി ലോകത്ത് ആർക്കും സ്ഥിരമായ സ്ഥാനമില്ല എന്ന് യാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ വമ്പന്മാരായ ഗൂഗിളും ഫേസ്ബുക്കും പോലും നാളെ ഉണ്ടാവുമോ എന്ന് കണ്ടറിയണം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.